എല്ലാരും അടിച്ചു കയറി വാദി കേൾക്കാത്ത വാദി സഖാവ് പിണറായി വിജയന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചർച്ച ആരംഭിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ നിലവാരം പതിവ് പോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിനന്ദനം ഏറ്റുവാക്കുന്നതും അല്ല വെളിയിലിറങ്ങി തെരുവിൽ നിന്ന് ചീമോട്ടയർ കൊള്ളുന്നതും ഒരേപോലെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിനന്ദനം അത് SFIക്ക് വേണ്ട, അത് തൽക്കാലം ശ്രീ ജയശങ്കർ 4 മടക്കി നിങ്ങൾ പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതി. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് പല കാര്യത്തിലും നിങ്ങൾ ഇടപെട്ടപ്പോൾ ഞാൻ സംസാരിച്ചില്ലല്ലോ. അതല്ല നിങ്ങൾ നമുക്ക് മാതൃക കാണിച്ചു തരേണ്ട ആളല്ലേ നിങ്ങൾ. എന്നിട്ടാണോ ഞാൻ നടത്തിയ ചർച്ചയിൽ നിങ്ങൾ ഇടപെട്ടത്? നിങ്ങൾ അവിടെ ഇരിക്കും, നിങ്ങൾ പറയാനുള്ള ഞാൻ മര്യാദയോടെ കേട്ടപ്പോൾ ഞാൻ പറയാനുള്ളത് മര്യാദയോടെ കേൾക്കാന്നുള്ളത് നിങ്ങളുടെ ജനാധിപത്യമാണ്. അത് നിങ്ങൾ പാലിക്കാൻ തയ്യാറാവണം. ഇവന്റെ ചെവി ഇവനാരാണെന്ന് നിനക്കറിയില്ല. ഇവൻ പിന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ തുടങ്ങി അദ്ദേഹം പോവാണ്. ശ്രീ ജയശങ്കർ നല്ല അന്തസ്സുള്ള വക്കീലന്മാരെ കൂടെ നിർത്തിയിട്ട് പറയണം സഖാവ് പിണറായി വിജയന്റെ പേര്. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. അല്ല നിങ്ങളെ പോലെ തോന്നും മടി വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ ചാനൽ മുറികളിൽ കയറി വിളിച്ചു പറയുന്നവർക്ക് പറയാനുള്ള പേരല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ. SFIയെ വിമർശിക്കാനോ സഖാവ് പിണറായി വിജയന്റെ പേരെടുത്ത് വിമർശിക്കാനോ നിങ്ങൾ പോരേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ നല്ല അന്തസ്സുള്ള മറുപടി നൽകാൻ ഞങ്ങൾക്കറിയാം. അത് ശ്രീ ജയശങ്കർ ഓർത്തു വെച്ചാൽ നല്ലത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട്. ജയശങ്കർ മറുപടി. ഇവന്റെ അന്തസ് ഇപ്പൊ മനസ്സിലായില്ലേ? ഇവന്റെ അന്തസ് മനസ്സിലായില്ലേ? ചർച്ചയ്ക്ക് വരുന്നവന്റെ അച്ഛനമ്മയ്ക്കും പറഞ്ഞ അന്തസ് അതല്ല ഉദ്ദേശം. ഒന്ന് പോടാ പറഞ്ഞേ. നിന്നെക്കാളും വലിയ ഉളകളെ ഞാൻ കണ്ടിട്ടുണ്ട്, മനസ്സിലായോ? കറക്റ്റ് സമയത്ത് എത്തുകയും ചെയ്തു, നല്ല ബേഷായിട്ട് കിട്ടുകയും ചെയ്തു. രാവിലെ നല്ല ഊർജം കിട്ടിയ പോലെ തോന്നുന്നു.